മറുനാടുകളിൽ തിരക്കേറിയ ജോലികൾക്കിടയിൽ കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ബുദ്ധിമുട്ട് ധാരാളം അനുഭവിക്കുന്നവരാണ് പ്രവാസികൾ. ഇതിനിടയിലാണ് അവർ ചെയ്യുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇവിടെ ഒമാനിലെ ഗ്രാമാന്തരങ്ങളിലൊന്ന് നാടോടി കഥകൾ സമാഹരിച്ച് ഒരു പുസ്തകമായി ഇറക്കിക്കൊണ്ട് ഹറൂൺ റഷീദ് എന്ന പ്രവാസി നമുക്ക് മുന്നിൽ ഒരു അത്ഭുതമാവുകയാണ്. സമ്പാദിക്കാൻ വേണ്ടി പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും പ്രവാസികൾ അവർ സമ്പാദിക്കുന്നത് അറിവുകളും സംസ്കാരവും ഒക്കെയാണ്. അത് പലപ്പോഴും തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടിന് ഗുണം ചെയ്തിട്ടുണ്ട്. കാലാകാലങ്ങളായി ഇത് നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒമാനിലെ നാടോടി കഥകൾ എന്ന പുതിയ പുസ്തകത്തിൻ്റെ രചനയിൽ ഏർപ്പെട്ട ഹറൂൺ റഷീദ് ചെയ്യുന്നതും മറ്റൊന്നുമല്ല. അദ്ദേഹം ഒമാനിൽ നിന്നുള്ള വിലപ്പെട്ട അറിവുകൾ, വിലപ്പെട്ട ഫോക്ലോർ നമ്മുടെ മലയാള ഭാഷയിൽ ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്ത് അദ്ദേഹം ഇന്ന് മസ്കറ്റിലുണ്ട്. ഹറൂൺ, എന്താണ് ഇങ്ങനെ ഒരു പുസ്തകം? പൊതുവെ മലയാളത്തിൽ ബാബു ഭരദ്വാജും പിന്നീട് ബെന്യാമിനും അടക്കമുള്ള ആയിരക്കണക്കിന് പേർ എഴുതി വെച്ചിട്ടുള്ള പ്രവാസികളുടെ അനുഭവങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ ജീവിക്കുന്ന ഒരു നാടിൻ്റെ കഥകളെക്കുറിച്ച് അറിയണമെന്നുള്ളൊരാഗ്രഹം? അത് എപ്പോൾ തുടങ്ങിയതാണ്? ഞാൻ ഒമാനിൽ ആദ്യമായിട്ട് വരുന്നത് 1991 അന്ന് സ്കൂൾ അവധിക്കാലത്ത് ആദ്യമായിട്ട് ഒമാനിലേക്ക് വരുന്നു. ഉപ്പ ഇവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും കുടുംബത്തോടെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്നപ്പോൾ എനിക്ക് കൗതുകമുള്ള ഒരു രാജ്യം, എൻ്റെ പ്രതീക്ഷകൾ പോലെയുള്ള രാജ്യമായിരുന്നില്ലെങ്കിൽ പോലും ഒരു ബാല്യത്തിൻ്റെ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ കൗതുകം എല്ലാമുള്ള ഒരു ഭൂമിക എൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്നു. അപ്പോൾ ഈ യാത്രകൾക്കിടയിൽ പല കൗതുകമുള്ള, നമ്മളെ സംബന്ധിച്ചോളം കൗതുകമുള്ള പലതും കാണിക്കുമ്പോൾ ഒരു വീടിനെ ചൂണ്ടി ഒരാൾ പറഞ്ഞു, ഈ വീടിനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട്, വീട്ടിൽ പ്രേതബാധയുണ്ട് എന്നൊരു കഥയുണ്ട് എന്ന് പറഞ്ഞു. എവിടെ? മസ്കറ്റിലാണ്? മസ്കറ്റിൽ തന്നെ. അത് റോഡിൻ്റെ ഓരത്തുള്ള ഒരു വീട് തന്നെയാണ്. അന്ന് മുതൽ ആ വീടിനെ ഞാൻ അതുവഴി പാസ് ചെയ്യുമ്പോഴൊക്കെ ആ വീട് നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ഉണ്ടോ, എന്തെങ്കിലും അനക്കമുണ്ടോ, ആളനക്കമുണ്ടോ എന്നൊക്കെ നോക്കും. ഒന്നും കാണാറില്ല. അതായിരിക്കാം ആദ്യത്തെ സ്പാർക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രേതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വളരെയധികം ഭാവന ഉള്ള ഒരു രാജ്യമാണെന്ന് തോന്നിയപ്പോൾ അത് പുസ്തക രചനയിലേക്ക് എങ്ങനെ എത്തിച്ചത്? അത് ആദ്യത്തെ സ്പാർക്ക് എന്ന് ഞാൻ പറഞ്ഞോളൂ. പക്ഷേ പിന്നീട് ഞാൻ ജോലിക്ക് ഇവിടെ വന്ന സമയത്ത് എനിക്ക് എൻ്റെ കൂട്ടായി വന്നിരുന്ന ഇവിടുത്തെ തദ്ദേശീയരായ 2 ഡ്രൈവർമാരുണ്ടായിരുന്നു, 2-3 ഡ്രൈവർമാർ. ഇവരൊക്കെ പല പല കഥകൾ പറയും. ഇവരുടെ ഈ കഥകളിൽ നിന്ന് നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള പല കഥകൾ, നാടോടി കഥകളായിട്ടുള്ള പല കഥകളും അതിൻ്റെ സമാന സ്വഭാവമുള്ള കഥകൾ ഇവർക്കുണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്ക് ഞാൻ വളരുകയാണ്. പിന്നീട് എപ്പോഴോ ഇതുപോലെയുള്ള സമാനമായ കഥകൾ പലയിടങ്ങളിൽ നിന്ന് കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ വെറുതെ കുറിച്ചു വെക്കാൻ തുടങ്ങി. അങ്ങനെ കുറിച്ചു വെച്ച കഥകൾ ആണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഒമാൻ എന്ന് പറയുന്നത് വലിയൊരു ഭൂപ്രദേശമാണ്. വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത ഭാഗങ്ങളുള്ള ഒരു പ്രദേശം. ഈ പ്രദേശത്തിനൊക്കെ സ്വതന്ത്രമായും സ്വന്തമായുമുള്ള കഥകളുണ്ട്. ഈ കഥകൾ തേടിപ്പിടിക്കുക എന്നുള്ള അന്വേഷണമായി പിന്നെ പരമാവധി കഥകളിലേക്ക് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പരമാവധി കഥകളിലേക്കുള്ള അന്വേഷണമായി. ഈ അന്വേഷണമാണ് ഈ പുസ്തകത്തിൻ്റെ പരിണാമഗുപ്തിയിലെത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഇത് ഒരുപക്ഷെ അതിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ്, ഒരു 10-17 കഥകൾ മാത്രമുള്ളൊരു പുസ്തകം. ഇതിലേറെയാണ് ഞാൻ കേട്ട കഥകൾ. ഇനിയും എഴുതാൻ ശ്രമിച്ചാൽ ഇനിയും എഴുതാവുന്ന ഇഷ്ടം പോലെ കഥകൾ ഇവിടെ ഉണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കഥകൾ, പലപ്പോഴും ഇവർ വാമൊഴിയായി അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്ന കഥകൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമ്മളൊരു പ്രവാസിയായി ജോലിക്ക് വരുമ്പോൾ ഇതൊന്നും ആളുകൾ അത്ര ശ്രദ്ധിക്കണമെന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഇത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എൻ്റെ ഭാഷയിലേക്ക്, ഞാൻ ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് എൻ്റെ ഭാഷയിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങളൊരു സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്നു, അതോടൊപ്പം തന്നെ മസ്കറ്റ് കൈരളിയുടെ സജീവ പ്രവർത്തകനാണ്, പ്രവാസ ലോകത്തിൻ്റെ സുഹൃത്താണ്, നിരവധി സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടാറുണ്ട്. ഇതിൻ്റെ ഇടയിലേക്ക് എങ്ങനെ ഇതിന് സമയം കണ്ടെത്തുന്നത്? ഇതൊക്കെ നമ്മുടെ ഉള്ള സമയത്തെ, ജോലിയുടെ സമയം കഴിഞ്ഞുള്ള ബാക്കിയുള്ള സമയത്തെ പരമാവധി നമ്മൾ അരിഷ്ടിച്ച് ഇതിനുവേണ്ടി ചിലവാക്കുന്നു എന്നതാണ്. വായനയും ഇതിൻ്റെ ഒരു ഘടകമാണല്ലോ, എഴുത്ത് മാത്രമല്ലല്ലോ, വായിക്കാനും കൂടി നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ ഈ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു സംഭവമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ നിശ്ചയിക്കുകയാണ്, ഇത് നമുക്കത് ഇന്ന ഒരു പീരീഡിനുള്ളിൽ തീർക്കാൻ കഴിയുമെങ്കിൽ നന്നായി
തീർത്തേ മതിയാകൂ എന്ന വാശിയൊന്നും ഞാൻ പിടിക്കാറില്ല. പക്ഷേ തീർക്കാൻ കഴിയുമെങ്കിൽ നന്നായി, ഒരു 6 മാസത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ നന്നായി. അങ്ങനെ വരുമ്പോൾ അത് നമ്മളെ തന്നെ ഉള്ളിൽ നിന്ന് ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് എഴുത്തിന് സമയം കണ്ടെത്തുന്നത്. മൊത്തം ഒരു ആകെ എന്താണ് ഈ കഥകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? നമ്മളെ ഒരു സംസ്കാരത്തെ, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ സംസ്കാരത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ കഥകളൊക്കെ. അവരുടെ സംസ്കാരത്തെ, അവരുടെ ജീവിതത്തെ, അവരുടെ പൂർവ്വകാലത്തെ ജീവിതത്തെ ഒക്കെ അടയാളപ്പെടുത്തുന്നത്. ഇന്ന് വായിക്കുമ്പോൾ അത്ഭുതകരവും അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതും ഒക്കെ ആയ ധാരാളം കഥകൾ ഇതിനകത്തുണ്ട്. ഈ കഥകളിൽ തിന്മയുടെ കഥകളുണ്ട്. തിന്മ വിജയിക്കുന്നു എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും അങ്ങനെയുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്രയും ക്രൂര പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെക്കുറിച്ചുള്ള കഥകളും ഇതിനകത്തുണ്ട്. പക്ഷെ അതും ഒരു കഥയുടെ അവസാനം എത്തുമ്പോൾ നന്മയിലേക്ക് എത്തുമായിരിക്കാം. അത് നാടോടി കഥകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ധർമ്മം അതാണല്ലോ. സ്വാഭാവികമായിട്ടും ഇത് വാമൊഴിയായി അജ്ഞാത കർത്തൃത്വം എന്നാണ് നമ്മൾ പറയുക. ഈ നാടോടി കഥകളുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ എഴുതപ്പെട്ട ആളുന്നവരെ അറിയില്ല ആരാന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയോ പറഞ്ഞ് അവർ അതിനെ പൊലിപ്പിച്ച് വേറൊരാൾക്ക് കൈമാറി, അവർ വീണ്ടും കൂട്ടിച്ചേർത്ത് മറ്റൊരാൾക്ക് കൈമാറി, അങ്ങനെ നമ്മളിലേക്ക് എത്തിപ്പെടുന്ന കഥകളാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് മാറി വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിച്ച കഥകളുണ്ടാവും. ആ പ്രദേശത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന പ്രദേശത്ത് അത് 5-6 പ്രദേശം താണ്ടി വന്ന കഥയാണെങ്കിൽ അതിനകത്ത് ആ പ്രദേശങ്ങളുടെ എല്ലാം കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകും എന്നാണ് കഥ വായിച്ച ഈ കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കഥയുടെ പിന്നിൽ പ്രവർത്തിച്ചപ്പോൾ തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരം കഥകളൊക്കെ ഓൾറെഡി അറബിയിൽ എഴുതപ്പെട്ടതാണോ? ഈ കഥകൾ നിങ്ങളിങ്ങനെ മലയാളത്തിൽ പബ്ലിഷ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഒമാനികൾക്ക് പ്രത്യേകിച്ചും തദ്ദേശീയർക്ക് ഈ സംരംഭത്തെക്കുറിച്ചിട്ട് എന്താണ്, ഇതെങ്ങനെ സ്വീകരിക്കപ്പെട്ടു? ഈ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സ്വാഭാവികമായും ഈ പുസ്തകത്തിൽ 2 കഥാപാത്രങ്ങൾ, ഈ 2 കഥകൾ പറഞ്ഞു തന്ന 2 പേരുടെ പേര് തന്നെ പറയുന്നുണ്ട്. എൻ്റെ 2 ഡ്രൈവർമാരായിരുന്ന 2 പേരുടെ പേര് തന്നെ പറയുന്നുണ്ട്. അവർക്കറിയാം ഇങ്ങനെ ഒരു പുസ്തകം എഴുതി എന്നുള്ളത്. അത് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. മറ്റെല്ലാവരിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഇനി ഒരു പക്ഷേ ഇത് അറബിയിലേക്കോ മറ്റേതെങ്കിലും ഭാഷയിലേക്കോ അവർ ഭാഷാന്തരം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഈ കഥകൾ അറിയും. ചിലപ്പോൾ അവർ കേട്ട കഥകൾ തന്നെയായിരിക്കും. നമ്മൾക്ക് കേൾക്കുന്നത് സമാനമായി അവരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ കഥയുടെ മറ്റൊരു വകഭേദം കേട്ടിട്ടുണ്ടാകാം. അതൊക്കെ സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ സ്വീകാര്യതയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ മലയാളി സമൂഹം സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറം ഇവിടുത്തെ തദ്ദേശീയരായ ആളുകളിലേക്ക് അത് എത്താൻ പോകുന്നതേ ഉള്ളൂ.